കൊച്ചിയിടപ്പള്ളിയിൽ NIA പരിശോധന. യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാരു കേസിലെ പ്രതി ഒളിവിൽ താമസിച്ച സ്ഥലം കേന്ദ്രീകരിച്ചാണ് റെയ്ഡ് നടക്കുന്നത്. ബംഗളൂരു NIA യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രാവിലെ ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുകയാണ്. വിശദാംശങ്ങളുമായി സഹിൻ ആന്റണിയുണ്ട് കൊച്ചിയിൽ നിന്ന്. സഹിൻ, എന്തെങ്കിലും പ്രത്യേക വിവരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയാണോ? ഇപ്പോഴും റെയ്ഡ് തുടരുകയാണോ? അതിര NIAയുടെ കർണാടക യൂണിറ്റും കൊച്ചി യൂണിറ്റും സംയുക്തമായാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. യുവമോർച്ച നേതാവ്, കർണാടകയിലെ യുവമോർച്ച നേതാവായിരുന്ന പ്രവീൺ നെട്ടാരുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ വർഷം NIA കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതായത് ഏതാനും ചില പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ പിടിയിലാകുകയും ചെയ്തു. അന്ന് UAPA ചുമത്തിയായിരുന്നു കേസെടുത്തിരുന്നത്. പിന്നീട് ഈ പ്രതിയായിട്ടുള്ള ഒരാൾ അന്ന് NIAയുടെ പിടിയിലായിരുന്നില്ല. അയാൾ കൊച്ചി ഇടപ്പള്ളിയിൽ വന്ന് താമസിച്ചു എന്നുള്ളതാണ് NIA കിട്ടിയ വിവരം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇടപ്പള്ളി അടക്കമുള്ള ഇടങ്ങളിൽ NIA പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. NIAയുടെ കൊച്ചി യൂണിറ്റിനോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കർണാടക യൂണിറ്റുമുണ്ട്. എന്തായാലും പരിശോധന ശക്തമായി തന്നെ തുടരുകയാണ്. ഈ പ്രവീൺ നെട്ടാരു കേസിലെ പ്രതി ഒരു വർഷത്തോളം കൊച്ചിയിൽ താമസിച്ചപ്പോൾ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യവും NIA പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല ഏത് സാഹചര്യത്തിലാണ് ഇയാൾ കൊച്ചിയിലെത്തിയത് എന്നുള്ളൊരു കാര്യം കൂടി NIA പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാളെ പിടിയിലായപ്പോഴാണ് പിന്നീട് ഇയാൾ ഇവിടെ കൊച്ചിയിലടക്കം താമസിച്ചിരുന്നു എന്നുള്ള ഒരു വിവരമെല്ലാം NIAക്ക് കിട്ടിയത്. എന്തായാലും ബംഗളൂരു കർണാടകയിലെ NIA സംഘവും കൊച്ചി NIA സംഘവുമായിട്ടുള്ള പരിശോധന ശക്തമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ 3 സംസ്ഥാനങ്ങളിലാണ് ഇന്ന് പരിശോധന നടക്കുന്നത്. പ്രധാനമായും കൊച്ചിയിൽ നിന്നാണ് പരിശോധന ആരംഭിച്ചത്. കൂടാതെ കർണാടക, തമിഴ്നാട്, കേരളത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ആതിര. ശരി, സഹിൻ ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.